ദുഃഖവെള്ളി കഴിഞ്ഞു, ഉയർപ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ദുഃഖവെള്ളിക്കും ഉയർപ്പിനുമിടയിലുള്ള ദുഃഖശനിയിലാണ് നമ്മൾ. ദുഃഖവെള്ളിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സഹനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിലേറിയതെന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഈശോയ്ക്ക് നമുക്ക് രക്ഷ പ്രദാനം ചെയ്യാൻ മറ്റൊരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഈ മാനവരാശിയിലെ ഏറ്റവും നീചമായ, വേദനയേറിയ, ത്യാഗങ്ങൾ ഏറ്റെടുത്ത ഒരു മരണം ഈശോ തിരഞ്ഞെടുത്തത് നമ്മോടുള്ള സ്നേഹം ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഈശോയുടെ ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ ഇത്രയും വലിയ സഹനം, ക്രൂശുമരണം ഏറ്റെടുത്തത്. ദുഃഖശനിയാഴ്ച ഒരുപാട് ഓർമ്മകളിലൂടെ, ആചരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ജ്ഞാനസ്നാന വ്രതങ്ങളെ നമ്മൾ നവീകരിക്കുന്നു. ഒപ്പം പുതിയ വെള്ളവും പുത്തൻ തിരിയും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശമായിട്ട്, നന്മയായിട്ട് മാറുന്നുണ്ട്. ജ്ഞാനസ്നാന വ്രതങ്ങളുടെ നവീകരണം നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ ഔദ്യോഗികമായി പ്രവേശിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്. തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇന്ന് നമ്മൾ ഓർമ്മയിലായിരിക്കുമ്പോൾ സജീവ ബോധത്തോടെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു. പക്ഷേ നമ്മൾ ഏറ്റെടുക്കുന്ന വ്രതങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന് കുറെ കൂടി ആഴവും പരപ്പും ഉണ്ടാകണം. പണ്ട് കാലത്തൊക്കെ വായിച്ചു തോർക്കുന്നുണ്ട്, ചില നാടുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ കൃഷിയുടെ ആദ്യ ഫലം അത് പള്ളിക്ക്, തമ്പുരാന് കൊടുക്കണമെന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യ ഫലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ ആ ഫലം ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് ഒരു കുരിശ് അടയാളം വരയ്ക്കും. ആ അടയാളം പിന്നീട് ഫലം വലുതായി വരുമ്പോഴും നഷ്ടപ്പെടുന്നില്ല. അത് കാണുമ്പോൾ അവർക്കറിയാം അത് പള്ളിയിലേക്കുള്ളതാണ്, അത് ദൈവത്തിനുള്ളതാണ്, മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, ഒരു ഫലത്തിൻ്റെ പുറത്ത് നമ്മൾ കോറിയിടുന്ന കുരിശടയാളം ആ ഫലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല, പുറമേയുള്ള ഒരു സൂചന മാത്രമായിട്ട് അവശേഷിക്കുന്നു. പലപ്പോഴും നമ്മുടെ നെറ്റിയിലും നെഞ്ചത്തും പൂശിയ കുരിശടയാളം, നമ്മുടെ തലയിൽ വീണ മാമോദീസ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് കാര്യമായി പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. വിശ്വാസത്തിന് ആഴവും പരപ്പും വേണമെന്ന് പറയുമ്പോൾ ഈശോയെ ഹൃദയത്തിൻ്റെ നാഥനായി സ്വീകരിക്കാനും ദൈവഹിതപ്രകാരം ജീവിക്കാനും നമുക്ക് സാധിക്കണം. ദുഃഖശനി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയെ സ്വീകരിച്ച നമ്മൾ, ഈശോയുടെ സ്നേഹം സ്വീകരിച്ച നമ്മൾ, ഈശോയുടെ സ്നേഹത്തിൽ നിരന്തരം വളർന്നു വരാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചേ മതിയാകൂ. ദുഃഖശനി അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈസ്റ്ററിലേക്ക് ഇനി അധികം ദൂരമില്ല. പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.